ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടതെന്തിനാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പലവിധ അടിമത്തങ്ങൾ സ്വീകരിച്ച, മദ്യത്തിന്റെ അടിമകളായിരുന്ന, പെണ്ണിന്റെ അടിമകളായിരുന്ന, മണ്ണിന്റെ അടിമകളായിരുന്ന, സകലമാന അശ്ലീലങ്ങളുടെയും അടിമത്തം പേറി ജീവിച്ച ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് അടിമത്തം കാണിക്കണമെങ്കിൽ അത് ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമാണെന്ന് പഠിപ്പിക്കാനല്ലേ 23 വർഷക്കാലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെ മാറ്റിവെച്ചത്. അതുകൊണ്ടല്ലേ നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയി അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിന്റെയും കുറിച്ച് നജ്ജാശി രാജാവ് ചോദിക്കവേ മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവനായ നജ്ജാശി രാജാവിന്റെ മുമ്പിൽ ആ നജ്ജാശി അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങളുടെ പ്രവാചകന്റെ പേരെന്താ? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ കുലമേടാ? ആ പ്രവാചകന്റെ ഗോത്രമേടാ? ഇങ്ങനെ കൂടി നിൽക്കുന്ന പാതിരിമാരുടെ നടുവിലിരുന്നിട്ട് നജ്ജാശി രാജാവ് മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചപ്പോ അവസാന നജ്ജാശി ചോദിച്ചു, എന്തിനാണ് ഈ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചത്? എന്തിനാണ് ഒരു പ്രവാചകത്വ നിയോഗത്തിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ സഹോദരാ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു നജ്ജാശിയോട് പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിലുണ്ട്. ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഐക്യരാഷ്ട്ര സഭയിൽ നടത്തുന്ന പ്രസംഗത്തെക്കാൾ വലിയ പ്രസംഗം നജ്ജാശി രാജാവിന്റെ രാജചിഹ്നങ്ങൾ ധരിച്ച കൊട്ടാരത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ പാതിരിമാരുടെ മുമ്പിലിരുന്ന് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയതെങ്ങനെയാ? ആ ഹബീബ് വന്നതെന്തിനെന്നറിയോ? മദീനയുടെ മുത്ത് വന്നതെന്തിനെന്നറിയുമോ? ഞങ്ങളുടെ മദീനയുടെ നിലാവിന്റെ നിയോഗം എന്തെന്നറിയോ? ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. മനുഷ്യത്വത്തിന്റെ മനുഷ്യരുടെ അടിമത്തം സ്വീകരിച്ച ജനങ്ങളെ ആ മനുഷ്യരുടെ റബ്ബായ ഉടമസ്ഥന്റെ അടിമത്തം സ്വീകരിക്കാൻ പഠിപ്പിക്കാനാണ് ഞങ്ങളുടെ ഹബീബ് വന്നതെന്ന് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിന് ആമുഖമായിട്ട് പറയാ, നമ്മുടെ എല്ലാം അടിമത്തത്തെ നമ്മൾ മാറ്റണം. ഈ വിധേയത്വങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം. ഈ ഭൗതികമായ ജീവിതത്തോട് നമ്മൾ വെച്ചിരിക്കുന്ന വിധേയത്തെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ഒരു ബഹുമതി സ്വീകരിക്കണം. അത് ജ്ഞാനപീഠത്തിന് അവാർഡല്ല, അത് ഈ ലോകത്ത് കിട്ടുന്ന ബഹുമതികളല്ല, അത് ദേശാഭിമാനി എന്ന പുരസ്കാരമല്ല. പിന്നെ ആരെന്നറിയുമോ? ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു വലിയ ബഹുമതിയുണ്ട്. ആ ബഹുമതിയാണ് ഇബാദുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ അടിമ. ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ. അല്ലാഹു ആ മനോഹരമായ ബഹുമതി നമുക്ക് നൽകട്ടെ. ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ വിട പറയുന്നതിന് മുമ്പ് സ്വീകരിക്കാൻ കഴിയുന്ന, അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനോഹരമായൊരു ബഹുമതിയുണ്ട്. ആ ബഹുമതി നമ്മുടെ യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നല്ല, നമ്മുടെ ലൈക്കും ഷെയറും എത്രയാണെന്നല്ല. നമുക്കൊക്കെ ഓരോരോ ബഹുമതികളുണ്ട്. പ്രസംഗപീഠത്തിന്റെ ചക്രവർത്തി എന്ന്, ആത്മീയ പീഠത്തിന്റെ വല്ലാത്ത നേതാവെന്ന്. അല്ല അല്ല, ലോകത്തേതും മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട ഒരു ബഹുമതി. ആ ബഹുമതി ലോകത്ത് കിട്ടുന്ന എല്ലാ ബഹുമതികളെക്കാളും മികക്കുന്ന ബഹുമതിയാ. അതാണ് ഇബാദുർ റഹ്മാൻ.
ഏകനായ ഉടമസ്ഥന്റെ അടിമ, ഉടമയുടെ അടിമ എന്ന ഒരു ബഹുമതി നമ്മളിലേക്ക് എത്തിച്ചേരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെക്കുറിച്ച് ഗ്രന്ഥകാരൻ, പണ്ഡിതൻ, പ്രഭാഷകൻ, പ്രസംഗകൻ, ചിത്രകാരൻ എന്നു വേണ്ട ധാരാളം ധാരാളം ബഹുമതികൾ നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവും. നാട്ടിലെ പ്രധാനപ്പെട്ട കാരണവരാ, മഹലിന്റെ നട്ടല്ല, നാടിന്റെ വാരിയല്ല. ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് ധാരാളം ആളുകൾ പറയുമ്പോ യഥാർത്ഥത്തിൽ അതൊക്കെ കേട്ടിട്ട് ആനന്ദ തുന്തിലെ പുളകിതരാകുന്നതിന് പകരം ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാ? ومما زادني شرفا وطيها وزدت بأخمصية الثريا دخولي تحت قولك يا عبادي وأن سيرت أحمد لي نبيا. മഹാനായ ഖാദിയാദ് റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, എത്രമേൽ വലിയ ബഹുമതി നമുക്ക് കിട്ടിയാലും, ഗിന്നസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് നേടിയാലും, ഇവിടെ നിന്ന് ബഹിരാകാശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യയാത്രികൻ എന്ന പേര് നമുക്ക് കിട്ടിയാലും, സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത സുൽത്താൻ അൽ നയാദി യാത്ര ചെയ്തതുപോലെ 100 കണക്കിന് ദിവസങ്ങൾ UAE-യുടെ സ്പേസ് സെന്ററിൽ നിന്ന് യാത്ര ചെയ്ത് ബഹിരാകാശത്ത് പോയി ബഹിരാകാശ പേടകത്തില് മാസങ്ങളോളം താമസിച്ച ഒരു UAE പൗരനുണ്ട്. ആ ബഹിരാകാശത്ത് ലോകത്ത് ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന സുൽത്താൻ അൽ നയാദി. എല്ലാവരും അയാള് ബഹിരാകാശത്തിലെ ആദ്യത്തെ ഇമാറാത്തി പൗരൻ എന്ന ബഹുമതി കൊടുക്കുമ്പോ, സഹോദര, അവിടെയും നിയാദി പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ അവിടെ ഇരിക്കുന്ന നേരം, ബഹിരാകാശത്ത് ഞാൻ ഇരിക്കുമ്പോ ഒരേ ദിവസം തന്നെ ഞാൻ 16 ഉദയവും 16 അസ്തമയവും കണ്ടിട്ടുണ്ട്. എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടാണ് ആകാശ ലോകത്ത് ഞാൻ ജീവിച്ചതെന്ന് പറഞ്ഞ സുൽത്താൻ അൽ നയാദി. ആ നയാദിക്ക് കിട്ടിയ ബഹുമതിപ്പെട്ട ആദ്യത്തെ ബഹിരാകാശ ഇമാറാത്തി സഞ്ചാരി എന്നാണെങ്കിൽ അതിനേക്കാൾ വലിയ ബഹുമതിയേറാ. മഹാനായ ഖാദിയാദ് റളിയല്ലാഹു അൻഹു പറയാ, വമിമ്മാ സാദനി ശറഫൻ വതീഹാ. എന്നെ ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും എത്ര വലിയ ബഹുമതി നൽകിയാലും, വസിത്തു ബി അഖ്മസയ്യത്ത് അസുറയ്യാ. ബഹിരാകാശത്ത് മിന്നിത്തിളങ്ങുന്ന കാർത്തിക നക്ഷത്രം എന്റെ കൈവെള്ളയിൽ വെച്ച് തന്നാൾ. ബഹിരാകാശത്ത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ, ഏകനായ റബ്ബിന്റെ അടിമയായി ജീവിക്കുന്നതിന്റെ സുഖമറിയുന്ന മഹാരഥന്മാർ പറയുകയാണ്, ഈ കാർത്തിക നക്ഷത്രം പറിച്ചെടുത്തിട്ടുണ്ട് കൈവെള്ളയിൽ തരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമേതെന്നറിയോ? ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി. എന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, യാ ഇബാദി, എന്റെ അടിമകളെ എന്റെ റബ്ബ് വിളിക്കുമ്പോ ആ അടിമ എന്ന് വിളിക്കുന്നതിൽ ഞാൻ ഉൾപ്പെട്ടാൽ ബഹിരാകാശ ലോകത്തിന് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഞാൻ വിലമതിക്കുന്നത് എന്റെ ഉടമസ്ഥൻ എന്നെ വിളിക്കുമ്പോ, യാ ഇബാദി, യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് ഉടമസ്ഥൻ വിളിക്കുമ്പോ ആ അടിമയിൽ ഞാൻ പെട്ടാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് മഹാനായ ഖാദിയാദ് റഹിമഹുല്ലാഹ്, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. അല്ലാഹു നമ്മളെ അടിമകളെ എന്ന് വിളിക്കുന്ന സന്ദർഭങ്ങളില്ലേ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നബിയെ, അങ്ങയുടെ അടുക്കൽ വന്നിട്ട് എന്റെ അടിമകൾ ചോദിച്ചാൽ, അന്നീ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നീ ഖരീബ്, ഞാൻ അടുത്തുണ്ടെന്ന് പറയും നബിയെ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ അടിമ നാളെ പരലോകത്ത് പാരവശ്യതയോടെ ഭയങ്കരമായ
തീനാളത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, പരലോകത്തിൽ ഇങ്ങനെ വല്ലാതെ ഗതികിട്ടാതെ ഓടി നടക്കുമ്പോ, യാ ഇബാദി, എന്റെ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, റഹ്മാനായ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നാളെ മഹ്ശറയിൽ വെച്ച് യജമാനനായ റബ്ബ് നമ്മളെ അടിമകളെ എന്ന് വിളിക്കുമ്പോ, ആ അടിമയിൽ ഞാനും ആവാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് സഹോദരാ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നമ്മൾ അടിമകളാവണം. ആരുടെ അടിമ? ആരുടെ അടിമ? അല്ലാഹുവിന്റെ അടിമ. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മസറഫ ഇന്തിസാറോ മുന്തസർ. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മസറഫ ഇന്തിസാറോ മുന്തസർ. ഇൻഷാ അല്ലാഹ് അടിമയാവാൻ എന്ത് ചെയ്യണം? അടിമയാണ്. ആരുടെ അടിമ? അബ്ദുഹു, റബ്ബിന്റെ അടിമ, എന്റെ അല്ലാഹുവിന്റെ അടിമ. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം വല്ലാത്ത ബന്ധമാണ് എന്ന് പറയാൻ കഴിയുന്ന മസറാപ്പ ഇന്തിസാറോ മുൻതസർ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടിമകളായി അല്ലാഹു നമ്മളെ മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരടിമയുണ്ട്. ആ അടിമയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ അവന്റെ പ്രയാണം ചെയ്യിക്കുകയാ. അല്ലാഹുവിന്റെ അടിമയായി ഹബീബായ നബി തങ്ങൾ മാറിയപ്പോ അതാ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാത്ത് പ്രവാചകൻ മുന്തളറാണ്. ഏറ്റവും മുന്തിയ അതിശീഘ്ര ദ്രുതഗമന വാഹനമായ ബുറാക്കാണ് വന്നത്. ജിബ്രീലാണ് കാത്തുനിന്നത്. കാളിയാരെ കാത്തുനിന്നത് പോലെ ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനത്തിലേക്ക് കയറ്റി. കാരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ്, മുത്താപ്പയും വിട പറഞ്ഞ് ആരാരുമില്ലാതെ ലോകത്തൊറ്റപ്പെട്ട് സാന്ത്വനം പറയാൻ ഒരാളില്ല, സങ്കടം പറയാൻ ഒരാളില്ല, ആരാര് തലചായ്ക്കാനൊരു ചുമലില്ലാതെ പ്രിയപ്പെട്ട ഹബീബ് സങ്കടത്തിൽ കടന്നപ്പോ അല്ലാഹു പറയുകയാണ്, നബിയെ ഏറ്റവും നല്ല വാഹനം പറഞ്ഞു വിട്ട് ആ വാഹനത്തിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് ഏഴാകാശങ്ങളും സപ്തവാനങ്ങളും താണ്ടിക്കടക്കുമ്പോ ഒന്നാം ആകാശത്തിൽ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട്. ആരാണ് നിൽക്കുന്നത്? റസൂലും അംലാകുൻ വറാഅൽ മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ. ഇബ്രാഹിം നബി കാത്തു നിൽക്കുന്നു, നൂഹ് നബി കാത്തു നിൽക്കുന്നു, ഖലീലുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഏഴാകാശം കടന്ന് ആകാശലോകത്തിന്റെ മുമ്പിലെത്തിയപ്പോ, അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിലെത്തുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത് മോനെ? പെങ്ങളെ, ഒരേ ഒരു യോഗ്യതയേ ഉള്ളൂ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. എന്റെ അടിമ വെറും അടിമയല്ല, എനിക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച അടിമ. എന്റെ അടിമയെ കാത്തിരിക്കുകയാണ് ലോകങ്ങൾ മുഴുവനും. ലക്ഷക്കണക്കിന് മലക്കുകൾ കാത്തു നിൽക്കുന്നു. അവര് മുഴുവനും പാടിപ്പുകത്തുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ കേൾക്കാനെത്തിയ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരാരുമില്ലാതെ മനസ്സ് തളർന്നു പോയപ്പോ ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും താങ്ങും തണലുമായ ഖദീജയും പോയി, പ്രിയപ്പെട്ട മൂത്താപ്പയും പോയി. അല്ലാഹുവിന്റെ റസൂലും മേലിലാകാശവും താഴഭൂമിയുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന നേരത്ത് ആരാണ് വിളിച്ചുകൊണ്ടുപോയി സാന്ത്വനം കൊടുക്കുന്നതാരാ? സഹോദരങ്ങളെ, ഇന്നലെ വൈകുന്നേരവും കഴിഞ്ഞ ആഴ്ചയും എന്നെ ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്തു. ഇന്നലെയും അവൻ എന്നെ വിളിച്ചു, ഉസ്താദേ ആത്മഹത്യയുടെ വക്കീലാണ് ഞാൻ, മലപ്പുറത്തുകാരനാണ്, ഈ പരിസര പ്രദേശത്താണ്, പേര് പറയുന്നില്ല. ജർമ്മനിയിൽ ജീവിച്ച് അവസാനം ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ആത്മഹത്യയുടെ മുമ്പിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് പരീക്ഷണങ്ങളിൽ പതറാതെ എന്ന ഉസ്താദിന്റെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേട്ടത്. പിന്നെ ഫേസ്ബുക്കിൽ തെരഞ്ഞിട്ട് ഞാൻ നമ്പർ എടുത്ത് വിളിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഞാൻ താമസിക്കുമ്പോ 1 മണിക്കൂറോളം ആ യുവാവിനോട് സംസാരിച്ചു. എന്നിട്ട് അവന് കുറെ സാന്ത്വനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്നലെയും അവൻ എന്നെ വിളിച്ചു, ഉസ്താദേ ഇതേവരെ സമാധാനമുണ്ടായിരുന്നു, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുകയാ, പക്ഷേ എന്റെ ഉപ്പ എന്റെ ഉമ്മ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന എന്റെ കുടുംബം, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ദിക്ർ പറഞ്ഞു തരുമോ? ആ സമയത്ത് ആ സുഹൃത്തിനോട് ഇന്നും സംസാരിച്ചവനെ വീണ്ടും ഒന്ന് റീചാർജ് ചെയ്തു കൊടുത്തു. സഹോദര സഹോദരി, ഈ പാതിരാ സമയത്ത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, ഇനി ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോ, കടബാധ്യതകൾ തലയിൽ മുറുകുമ്പോ, പെങ്ങളെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുമ്പോ, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും താങ്ങും തണലുമായി നിൽക്കേണ്ട ഭർത്താവ് കൈയൊടിയുകയും ഭർത്താവിന്റെ വീട്ടുകാർ ക്രൂരമായി ആക്ഷേപിക്കുകയും ചെയ്യുമ്പോ മനസ്സ് തളർന്നിട്ട് വീടിന്റെ വാതിലടച്ചിട്ട് അകത്ത് കയറി ആത്മഹത്യ ചെയ്യുന്ന കോഴിക്കോട്ടെ പെങ്ങളുടെ കഥ നമ്മൾ കേൾക്കുമ്പോ എങ്ങനെയാണ് സഹോദരി വീടിന്റെ അകത്ത് നിനക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാവാ, പ്രയാസങ്ങൾ ഉണ്ടാവാ, അവസാനം മരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന നേരത്ത് എവിടെ നിന്നാണ് നിനക്കൊരു സാന്ത്വനം കിട്ടുക? അത് MBBS പോലും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് MBBS പഠിച്ചൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്രേ. ആ പെൺകുട്ടി ചെയ്ത തെറ്റേതെന്നറിയോ? അവൾക്കൊരു കാര്യത്തിൽ തെറ്റുപറ്റി. മെഡിക്കൽ സയൻസിന്റെ പഠന ഭാഗമായി ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വരുന്ന മനുഷ്യന്റെ ശരീരം കീറിയിട്ട് അതിൻ്റെ അകത്ത് ആന്തരിക അവയവങ്ങളെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ശകനെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ നാഡീവ്യവസ്ഥകളും അതിൻ്റെ അവസ്ഥകളും പഠിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ അത്യാഗ്രഹത്തെ കാണാൻ അവളുടെ കഴുത്തിൽ തൂക്കിയിട്ട സ്റ്റെതസ്കോപ്പിന് കഴിയാതെ വന്നപ്പോ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു മോഹിപ്പിച്ച ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ ഉള്ളില് പണത്തിനോടുള്ള അത്യാഗ്രഹത്തിന്റെ തുടിപ്പറിയാണ് ശഹനയുടെ കഴുത്തിൽ തൂക്കിയിട്ട സ്റ്റെതസ്കോപ്പിന് കഴിയാതെ വന്നപ്പോ ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുടിയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ധാരാളം സഹോദരിമാർ ഉസ്താദേ ദുആ ചെയ്യണം. ജീവിതത്തിൽ പ്രതിസന്ധിയാ മോനെ, ചലചായ്ക്കാനുള്ള ഏക ചുമര് ഖദീജ ബീവി വിട പറയുമ്പോ അല്ലാഹു കാത്തിരിക്കുകയാണ് വാനലോകത്ത്. ആരെ? അല്ലാഹുവിന്റെ അടിമയെ, പടച്ചവന്റെ അടിമകളാകു പെങ്ങളെ. ഈ കാണുന്ന എല്ലാ ദുനിയാവിന്റെ അടിമത്തത്തിൽ നിന്ന് ഹൃദയത്തെ മാറ്റി വെച്ചിട്ട് ടിക്ടോക്കിന്റെ അടിമത്തത്തിൽ നിന്ന്, സോഷ്യൽ മീഡിയയുടെ അടിമത്തത്തിൽ നിന്ന്, ആടാനും പാടാനുമുള്ള പ്രധാനം ടിക്ടോക്ക് ആണെന്ന് കരുതി ഇതേവരെ വീട്ടകത്തിരുന്ന വീട്ടമ്മ പോലും പുറത്തോട്ടിറങ്ങിയിട്ട് ആടി തിമിർക്കുന്ന കാലത്ത് നിനക്കൊരു സങ്കടം വന്നാൽ നിന്റെ ഫോളോവേഴ്സ് കൂടെ ഉണ്ടാകുമോ? നീ ഒറ്റപ്പെട്ടാൽ നിന്റെ ഫോളോവേഴ്സ് നിന്നെ താങ്ങി നിർത്തുമോ? നിനക്ക് പ്രയാസം വന്നാൽ നിന്നെ സാന്ത്വനിപ്പിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. അവരാണ് റസൂലും വഅംലാകുൻ വറഅൽ മുസ്തഫ.
തന്റെ അടിമയെ കാത്ത് ഏടാ ലോകത്തിന് അദൃശ്യമായ അനന്യ സാധാരണമായ ലോകത്ത് ഉടമ കാത്തിരിക്കുകയാണ്. നബിയെ വരിക നബിയെ, അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. സങ്കടപ്പെടണ്ട, ഭാര്യ മരണപ്പെട്ടു പോയോ? ജന്നത്തുൽ മുഅല്ലയുടെ മണ്ണടിച്ചു വട്ടിന് ഖദീജ ബീവി പോയോ? അങ്ങ് വട്ടപ്പെട്ടു പോയോ? സാന്ത്വനം പറയാണ്, കണ്ണുനീര് തുടച്ചു തരാന് അങ്ങയുടെ ഭാര്യയില്ല നബിയെ. പെങ്ങളെ, സഹോദരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളില് നമുക്ക് നൽകുന്ന സാന്ത്വനമാരുടേതാ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു നിങ്ങൾക്കൊരു ഇണയെ തന്നത് നിങ്ങൾക്ക് മർദ്ദിക്കാനല്ല, അടിക്കാനല്ല, പിണങ്ങാനല്ല, ആട്ടിയോടിക്കാനല്ല. അവളുടെ വാപ്പാന്റെ വയർപ്പിന്റെ പണം സ്ത്രീധനം എന്ന പേരില് എന്നെ മേടിച്ചിട്ട് നിനക്ക് അടിച്ചു പൊളിക്കാനല്ല. ഒരു പെണ്ണിനെ നിനക്ക് തന്നത് ലിതസ്കുനൂ ഇലൈഹാ, നിനക്ക് സമാധാനം തരാൻ വേണ്ടിയാ, നിനക്ക് സന്തോഷം തേടാൻ വേണ്ടിയാ. അഹമ്മദ് കബീറിനൊരു സങ്കടം വന്നാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ജലഗണിക എവിടെയാ? അതെന്റെ കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് കാരാളികോണത്തിന്റെ വീട്ടിലിരിക്കുന്ന എന്റെ ഭാര്യ. മാമ്പുഴയിലെ സഹോദരാ, സങ്കടം വന്നാൽ ചേർത്തു പിടിക്കാൻ, മരിക്കുന്നത് വരെ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ, സങ്കടപ്പെടണ്ടെന്ന് പറയാൻ, പടച്ചവൻ കൂടെയുണ്ടെന്ന് പറയാൻ, എന്തൊക്കെയാണെങ്കിലും മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാൻ അവളല്ലാതെ മറ്റാരാടുള്ളത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഖദീജ ബീവി പോയോ നബിയെ? പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ ആര് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാനുള്ള ആകാശയാത്രയുടെ മേറാജ് കൊണ്ടുപോകാനുള്ള യോഗ്യതയതാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എന്റെ അടിമയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ. ആമീൻ പറയ്, ആമീൻ പറയ് മനുഷ്യന്മാരെ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയാകാനുള്ള യോഗ്യതകൾ പറയുമ്പോൾ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അല്ലാഹു പറയുകയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടിമകൾ ആരെന്നറിയുമോ? ഉടമസ്ഥനായ പടച്ചവന്റെ അടിമയാകാനുള്ള ഒന്നാമത്തെ യോഗ്യത യംശൂന അലൽ അർളി ഹൗനാ, അവരെ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. സഹോദര സഹോദരി, ആദ്യമായിട്ടുണ്ടാകേണ്ട വിനയമുണ്ടാകണം. പടച്ചവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ യഥാർത്ഥ വിനയത്തോടെ താഴ്മയോടെ ജീവിക്കുക. കാരണം ഈ ഭൂമി ശാശ്വതമല്ലല്ലോ. നമ്മുടെ എല്ലാം മനസ്സിൽ എന്തൊക്കെ അഹങ്കാരങ്ങളാ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ യംശൂന അലൽ അർളി ഹൗനാ, വളരെ വിനയത്തോടെ ജീവിക്കണേ. അല്ലാഹു നമുക്ക് വിനയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീന്മാരെ, നമ്മൾക്ക് അഹങ്കരിക്കാമെന്ന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ നമ്മൾ അഹങ്കരിക്കുന്നത് ഏതിന്റെ കാര്യത്തിലാ? സമ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? സഹോദര, സമ്പത്തിന്റെ മേൽ അഹങ്കരിച്ച ഖാറൂൻ എവിടെ പോയി? നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ ചുമലിൽ ചുമക്കാനുണ്ടായിരുന്ന ഖജനാവുകളുടെ താക്കോല് ചുമക്കാൻ ബിർളയെക്കാളേറെ, അംബാനിയെക്കാളേറെ, അദാനിയെക്കാളേറെ, സുൽത്താൻ ബോക്കിയേക്കാളേറെ സമ്പത്തുണ്ടായിരുന്ന, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന ഖാറൂൻ, ആ ഖാറൂനിന്റെ സമ്പത്ത് പൂട്ടിവെച്ച ഖജനാവിന്റെ താക്കോല് ചുമക്കാൻ ഒട്ടക കൂട്ടങ്ങൾ ഉണ്ടായിരുന്നോ?
ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടിയാൽ തീരാത്ത ഖജനാവിന്റെ താക്കോലുണ്ടായിരുന്ന ആ ഖാറൂൻ എന്ന സമ്പന്നനെ വിടെ ആ സമ്പന്നൻ സമ്പത്തിന്റെ പേര് അഹങ്കരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും പച്ചമണ്ണിലേക്ക് താഴ്ത്തി കളഞ്ഞെങ്കിൽ സഹോദരാ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചിട്ട് നമുക്ക് കാര്യമെന്താ? സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ കഴിയോ? ദുനിയാവരൽപ്പം കിട്ടി എന്നതിന്റെ പേരിൽ അഹങ്കരിക്കാൻ കഴിയോ? ഇല്ല ഇല്ല. എല്ലാ അഹങ്കാരത്തിൽ നിന്ന് മാറി മാറി നമ്മുടെ ശരീരത്തെ നമ്മൾ പിടിച്ചു നിർത്തണം. അഹങ്കാരത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാ അഹങ്കാരത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറയുകയാണ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി സഗീറാ, പടച്ചവനെ നീ എന്നെ ചെറുതാക്കി തരണേ അല്ലാ. ഏത് സമയത്തും മനസ്സിൽ ഞാനൊന്നുമല്ല എന്ന ബോധം നീ എനിക്ക് തരണേ റബ്ബേ എന്നല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ട് സഹോദരാ. അതുകൊണ്ട് നമ്മൾ വിനയം കാണിക്കണം. ആരോടൊക്കെ? ഉപ്പയോട് വിനയം കാണിക്കണം, ഉമ്മയോട് വിനയം കാണിക്കണം, സമൂഹത്തോട് വിനയം കാണിക്കണം, ഭാര്യയോട് വിനയം കാണിക്കണം, മക്കളോട് വിനയം കാണിക്കണം. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ വിനയം നൽകട്ടെ. അല്ലാഹു നമുക്ക് താഴ്മ നൽകട്ടെ. അല്ലാഹു നമുക്ക് താഴ്മ നൽകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആ മഹാനാരെന്നറിയോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ മഹാനായ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹിർറത്തെ, എനിക്ക് ഉമറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണാൻ എനിക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു തരണം. മഹാനായ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു. സഹോദരാ, എന്നാണ് നമുക്കങ്ങനെ ആകാൻ കഴിയുക? അങ്ങനെ ഉയൈന റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോ ഉമർ റളിയല്ലാഹു തആല അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. ഉയൈന റളിയല്ലാഹു അൻഹു സെയിം പ്രകൃത, രണ്ടുപേരും കട്ടക്കിക്കുന്ന ആളാ. ചിരി നമ്മളെന്താ പറയാ, ചിരി മസിൽ പിടുത്തുള്ള ആളുകളെ രണ്ടുപേരും. ഉയൈന റളിയല്ലാഹുവിന്റെ നാട്ടിലെ വലിയ കുടുംബക്കാരനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ പോയി എന്നിട്ട് ചോദിച്ചു, ഉമർ, ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ? ആ ചോദ്യം ഉമർ റളിയല്ലാഹു തീരെ പിടിച്ചില്ല. ഉമർ റളിയല്ലാഹു ആളാര്? ഉയൈന ചോദിച്ചു, ഞാൻ ആരാന്നറിയാവോ? അപ്പൊ ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. നന്നായിട്ടറിയാം, ഒരേ നാട്ടിൽ ഒരിടത്തുള്ള ആളാ, നല്ല കുടുംബക്കാരനാ. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. ഈ മറുപടി ഉയൈന റളിയല്ലാഹു അൻഹുവിനെ ചൊടിപ്പിച്ചു കളഞ്ഞു. പുത്രേ, ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, ഞാൻ ആരെന്നറിയോ? അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പയും മാന്യനാണ്, എന്റെ വാപ്പാന്റെ വാപ്പയും മാന്യനാണ് ഉമറേ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചൊടിപ്പ് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു എടുത്തടിച്ചിട്ട് പറഞ്ഞു, അല്ല അല്ല, അന്തൽ ഖബീസ് വബിനുൽ ഖബീസ് വബിനുൽ ഖബീസ്. നീ മോശമാണ്, നിന്റെ വാപ്പയും മോശമാണ്, നിന്റെ വാപ്പാന്റെ വാപ്പയും മോശമാണെന്ന് തിരിച്ചടിച്ചപ്പോ ഒരേ പ്രകൃതമുള്ള രണ്ടുപേര് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ ഉയൈന റളിയല്ലാഹു തആല അൻഹു ദേഷ്യം വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, അന്തല്ലദീ ലാ തഅദിലു ഫിൽ ഖളായാ. നിന്റെ ഭരണത്തിൽ നീതിയില്ല ഉമറേ, നീ അനീതി ചെയ്യുന്നവനാണ്, നിന്റെ ഭരണത്തിൽ നീതിയില്ലെന്ന് പറയവേ ഉമർ റളിയല്ലാഹു തആല അൻഹു ദേഷ്യം സഹിക്കാൻ കഴിയാണ്. അകത്തോട്ട് പോയി ഊരിപ്പിടിച്ച വാളുമായി ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടാൻ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ വാക്ക് വാൾപ്പിടിയാണ്. വാളുമൂരി പിടിച്ചുകൊണ്ട് തലവെട്ടാൻ വന്നപ്പോ ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ പെരടി നോക്കിയിട്ട് ആഞ്ഞു വെട്ടുകയാ.
ഞാൻ ഈ പ്രസംഗം പറയുന്നത് കുടുംബത്തില് സമൂഹത്തില് നമ്മൾ കാരണമുണ്ടാകുന്ന നമ്മുടെ അഹങ്കാരവും പിടിവാശയും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയാ. ഉയൈന റളിയല്ലാഹുവിന്റെ കഴുത്ത് ലക്ഷ്യമാക്കിയിട്ട് വാള് വന്നപ്പോ ഇത് കണ്ടുകൊണ്ട് നിന്ന ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ രണ്ടുപേരുടെയും ഇടയിലോട്ട് ചാടി വീണിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ കടന്ന് പിടിച്ചിട്ട് ചോദിച്ചു, ഉമറേ, നീ ഉയൈനയെ കൊല്ലാൻ പോവുകയാണോ? ഈ മദീനയിലെ നല്ല കുടുംബക്കാരനായ ഉയൈനയുടെ കഴുത്തു വെട്ടിയാൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് നിനക്ക് ബോധ്യമുണ്ടോ ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൈവിടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റിയിട്ട് വാള് ചുടട്ടിയിട്ട് വർദ്ധിച്ച കോപത്തിന് തലവെട്ടാൻ പോയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബോധ്യം വന്നപ്പോ മാനവറുകൾ ഊരിപ്പിടിച്ച വാളും കൊണ്ട് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഉമറേ, അമാ സമയത്തും അല്ലാഹുവിന്റെ വാക്ക് നീ കേട്ടിട്ടില്ലയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. എന്നെ കേൾക്കാനെത്തുന്നവരോട് ഇത് പറയുന്ന നേരത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിമ്പാറക്കെട്ടിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ കിസ്റ കൈസർ ചക്രവർത്തിമാരെ കിടുകിടാ വിറപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഒരായത്തോതി കൊടുക്കുകയാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ. വഅ്മുർ ബിൽ ഉർഫി, നന്മകളെ പറഞ്ഞു കൊടുക്കണേ. വഅരിൽ അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് അകന്ന് നിൽക്കണേ. ആ ഒരായത്ത് വരേണ്ട താമസം വിശുദ്ധ ഖുർആനിലെ ആയത്തോതി ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പടച്ചുപോയി, കണ്ണ് നിറഞ്ഞുപോയി. ഉരിപ്പിടിച്ച വാള് തറയിലേക്ക് ഇട്ടിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉയൈന, ആ സമയത്ത് ഒരു ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്, എന്നോട് പൊറുക്കണേ ഉയൈന. ആരാ പറയുന്നത് സഹോദരാ? അധികാരം കയ്യിലുള്ള, അധികാരത്തിന്റെ ചെങ്കോലുള്ള ആരടാന്ന് വിളിച്ചാൽ നൂറുകണക്കിന് പേര് ഓടി വരുമ്പോഴും സാധാരണ തന്റെ പ്രജയോട് വിനയത്തോടെ താഴ്മയോടെ കൈകൂപ്പി ക്ഷമാപണം ചെയ്ത മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അവർ അല്ലാഹുവിന്റെ വിനീതദാസന്മാരാ. അതുകൊണ്ട് കോപം തിളക്കുന്ന സമയത്ത്, നിയന്ത്രണം വിട്ടുപോകുന്ന സമയത്ത് താഴ്മ കാണിക്കാൻ പഠിക്കുക. പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ കഴിയും. കാരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നത്രേ. اللهم آت نفسي تقواها اللهم آت نفوسنا تقواها അല്ലാഹുവേ 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 എൻ്റെ ശരീരത്തെ നീ എൻ്റെ പിടിയിലാക്കി തരണേ അല്ലാഹ്. എൻ്റെ ശരീരത്തെ എൻ്റെ പിടിയിലാക്കാൻ, നിയന്ത്രണ വിധേയമാക്കാൻ എൻ്റെ നഫ്സിനെ നീ എനിക്ക് പരിശുദ്ധമാക്കി തരണേ അല്ലാഹ്. സഹോദരാ സഹോദരി, നമ്മുടെ പിടിവാശി കൊണ്ട് എത്ര ബന്ധങ്ങളാണ് മുറിഞ്ഞത്. നമ്മുടെ ഒരു നേരത്തെ തീരുമാനം കൊണ്ട് എത്ര അനർത്ഥങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടായത്. നമ്മുടെ ഒരേ ഒരു ദേഷ്യം കൊണ്ട് സമൂഹത്തിലെത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പടച്ചവനിഷ്ടപ്പെട്ട അടിമയാകണോ? ആദ്യം ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ എളിമയുള്ളവനായി ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ നമുക്ക് വിനയം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരി, ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിക്കുന്നുവല്ലോ, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരണേ നബിയേ. നമുക്കൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പടച്ചവന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന എളുപ്പവഴിയേടാ. ലോകത്തിന്റെ തിരുദൂതരുടെ മറുപടി വന്നു, സഹാബി നിന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് സലാം പറഞ്ഞില്ലെങ്കിൽ വിനയത്തോടെ അങ്ങോട്ട് സലാം പറയാ. നിന്നെ വല്ലാതെ ഉപദ്രവിച്ചവന് മാപ്പ് ചെയ്തു കൊടുക്കുക. ഇതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അനുസരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. കഴിയണമെന്നില്ല. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കും, ദിക്ർ ചൊല്ലാൻ പറഞ്ഞാൽ ദിക്ർ ചൊല്ലും. നിന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവന് മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല മുഅ്മിനേ. പെങ്ങളെ, ഏറ്റവും ദ്രോഹിച്ചവരാരോ അവർക്ക് മാപ്പ് കൊടുക്കുക. ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. ഇങ്ങനെ എപ്പോഴും നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കാതെ വിനയാന്യതരാവുക. എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ അങ്ങോട്ട് മാപ്പ് ചെയ്യാനോ? ഇല്ല ഇല്ല. മഹാനായ അല്ലാമാ ശിബിലി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോഴാണ് ഒരു മരത്തിൽ കുട്ടികൾ കല്ലെറിഞ്ഞത് കണ്ടത്. അല്ലാമാ ശിബിലിയെ കുട്ടികൾ കല്ലെറിഞ്ഞു. ആ കല്ലേറേറ്റ് ശരീരത്തിലൂടെ രക്തമൊലിച്ചിട്ടൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ അല്ലാമാ ശിബിലി റഹിമഹുല്ലാഹയോടും മരം പറഞ്ഞു അത്രേ, യാ ശിബിലി യാ ശിബിലി കുമ്മിസിലി കുമ്മിസിലി യർമൂനി ബിൽഹജാർ അർമീഹിം ബിൽസുമാർ. ശിബിലി മനപ്രയാസപ്പെടേണ്ട, എന്നെ പോലെ ആകെ ശിബിലി ഒരു മരം പറയുകയാണ്. ആ കുട്ടികൾ എന്നെ കല്ല് വെച്ചെറിയുമ്പോ ഞാൻ അവർക്ക് തിരിച്ചും മധുരമുള്ള പഴമല്ലേ കൊടുക്കുന്നത്. രണ്ടാമത്തേത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രിയിൽ സുജൂദിലും നൃത്തത്തിലുമായി കഴിയുക. വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം. എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രത്യേകിച്ചിട്ട് പറയാ, അല്ലാഹുവിന്റെ അടിമകളാകാനുള്ള രണ്ടാമത്തെ മുഖലക്ഷണം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രികളിൽ സുജൂദിനെയും നിന്നിട്ടുള്ള നിസ്കാരത്തെയും വർദ്ധിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പാതിരാവിന്റെ നിശബ്ദതയിൽ ഇന്ന് യുവതകൾ മുഴുവനും തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുമ്പോ ഇന്ന് പകല് മുഴുവനും കിടന്നുറങ്ങുകയും പാതിരാത്രിയെ പകരാക്കി മാറ്റുന്ന ആധുനിക കാലഘട്ടത്തില് പാതിരാ സമയത്ത് തുറക്കുന്ന കോഫി ഷോപ്പുകളുടെയും അറബിക് റെസ്റ്റോറന്റുകളുടെയും നടുവിൽ പോയി ഭക്ഷണത്തിന്റെ പേരിൽ റീൽസുകൾ നടത്തിയിട്ട് ആറുമാദിക്കുന്ന ഒരു യുവത. പാടില്ല എന്നല്ല പറഞ്ഞത്, ഓരോ കാലത്തും ഓരോ പതിവുണ്ടാവാ. അതെല്ലാം കഴിഞ്ഞിട്ട് സുബഹി നമസ്കരിക്കാതെ കിടന്നടക്കുന്ന തലമുറയാണ് നമ്മുടെ രാജ്യത്തിന്റെയും വീടിന്റെയും ദാരിദ്ര്യത്തിന്റെ കാരണമെങ്കിൽ അല്ലാഹു പറയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. പാതിരാ സമയത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സുജൂദിൽ വീടുക. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുക. പടച്ചവൻ നമുക്ക് ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്റെ സഹോദരങ്ങളോട് ഒന്നും പറ്റിയില്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുമോ? അല്ലാഹുവിനോടൊന്ന് കരഞ്ഞു ദുആ ചെയ്യുമോ? ക്യാൻസറുകൾ പടരുന്ന കാലം, പ്രയാസങ്ങൾ പടരുന്ന കാലം, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട കാലം, എവിടെ പോയാലും സമാധാനം
സമാധാനമില്ലാതെ ഹൃദയം വിങ്ങുമ്പോ അല്ലാഹു ചോദിക്കുകയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദൂന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കി പറയട്ടെ സഹോദരാ, കരിമ്പടത്തിന്റെ പുതപ്പ് തള്ളി മാറ്റിയിട്ട് തണുത്തുള്ള സമയത്ത് വുളു എടുത്തിട്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരാണ് പടച്ചവൻ ഇഷ്ടപ്പെട്ട ദാസന്മാർ. പാതിരാത്രി മുഴുവനും ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുരിഞ്ഞാടിയാലും എല്ലാം കണ്ടിട്ട് പിശാചിന്റെ അടിമകളായി ജീവിക്കുമ്പോ സഹോദര, രാത്രിയിൽ കിടക്കുന്ന നേരത്ത് സിനിമ കണ്ടിട്ട് കിടന്നാൽ, രാത്രിയിൽ വെറുതെ ആവശ്യമില്ലാത്ത കാഴ്ചകൾ കണ്ടാൽ ആ സമയത്ത് ഇബ്ലീസ് നമ്മുടെ കൂടെ കൂടും. എന്തിനാണ് ബാക്കവി ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്തിനാ? രാത്രിയിൽ ഒരു സിനിമ കണ്ടാലെന്താ? രാത്രിയിൽ ഒരു ആഭാസം കണ്ടാലെന്താ? മോനെ, സുബഹിക്കെടുന്നേക്കാൻ പിശാച് സമ്മതിക്കില്ല. കാരണം പാതിരാ സമയത്ത് 12 കഴിഞ്ഞാൽ സിനിമയും കണ്ട് ഗാനമേളയും കണ്ട് കിടന്നാൽ അതോടെ പിശാച് ശരീരത്തിൽ കൂടില്ലേ? ആ പിശാചോടുകൂടെ കിടന്നുറങ്ങിയാൽ സുബഹിക്കെടുന്നേക്കാൻ പറ്റുമോ? ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരവേ ക്ഷീണം വന്നപ്പോ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി നടക്കാൻ കഴിയില്ല നബിയെ, നമുക്കിവിടെ വിശ്രമിക്കാം നബിയെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട 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 വേണ്ട, ഇവിടെ നമുക്ക് കിടക്കണ്ട, ഇവിടെ കിടക്കണ്ടാന്ന് പറയവേ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി നടക്കാൻ പറ്റില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നമ്മൾ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങിയാൽ സുബഹിക്ക് നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അലി റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിക്കോളൂ, ഞാൻ നിങ്ങളെ രാവിലെ സുബഹിക്ക് ഞാൻ വിളിച്ചോളാം നബിയെ. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തുമാ മരുഭൂമിയുടെ താഴ്വരയിൽ കിടന്നുറങ്ങി. സഹോദരങ്ങളെ, എല്ലാവരും ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് എഴുന്നേൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേൽക്കുമ്പോ അതാ സൂര്യൻ ഉദിക്കാൻ പോകുന്ന കിടക്കുന്ന നഭസ്ഥലിയിൽ അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരെയും ചാടി എഴുന്നേൽപ്പിച്ചു, വിളിച്ചെഴുന്നേൽപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലിയേ, നീ അല്ലേ എല്ലാരെയും വിളിക്കാമെന്ന് എഴുന്നേൽപ്പിട്ട്, എന്നിട്ട് നീ കിടന്ന് ഉറങ്ങിയോ അലിയേ? നബിയെ, ഞാനും ഉറങ്ങിപ്പോയെന്ന് പറയവേ അല്ലാഹുവിന്റെ റസൂൽ വുളു എടുക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഇത് പിശാചിന്റെ താഴ്വരയാണ്. ഇവിടെ പിശാചുക്കൾ പാർക്കുന്നുണ്ട്. അവരാണ് നമ്മളെ രാത്രിയിൽ സുബഹി നിസ്കരിക്കാതെ ഉറക്കിക്കളഞ്ഞത്. അതുകൊണ്ട് എഴുന്നേക്ക് സഹബാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ആ സ്ഥലം വിട്ടുപോയി. ഉമ്മാ ഉപ്പ, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ സുബഹിക്ക് എഴുന്നേക്കാത്തരണ്ട, നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാത്തരണ്ട, നമ്മുടെ വീടുകളിൽ പിശാച് കിടക്കുന്നത് കൊണ്ടാ പലപ്പോഴും സുബഹിക്ക് എഴുന്നേക്കണമെന്ന് കരുതും പറ്റാത്തരണ്ട. പെങ്ങളെ, റീൽസും കണ്ട് സിനിമയും കണ്ട് പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അടിമത്തത്തിൽ നിന്ന് മാറണം, പൈശാചിക വിധേയത്വത്തിൽ നിന്ന് മാറണം. എന്നിട്ട് രാത്രിയുടെ ഒരു സമയത്തെങ്കിലും വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രി സമയത്ത് സുജൂദ് ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്തിൽ 10-11 സ്ഥലത്ത് അല്ലാഹു ഈ അടയാളം പറയുന്നുണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അവസാനമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ അടിമകളുടെ മൂന്നാമത്തെ ലക്ഷണം, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാനത് ഗറാമാ ഇന്നഹാ സാഅതു മുസ്തഖറൻ വമുഖാമാ.
അവരൊരു വിഭാഗം ആളുകളാണ്. ഏത് സമയത്തും അല്ലാഹുവിന്റെ അടിമകൾ പറയുന്നത് കച്ചവടത്തെ കുറിച്ചല്ല, സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചല്ല, മക്കളെ കുറിച്ചല്ല. യഖൂലൂന, അവരെപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കും. റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ ആധുനിക തലമുറയോട് പടച്ചവന്റെ അടിമയാണോ? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നരകത്തെ ഓർക്കാതിരിക്കില്ല, നരകത്തിന്റെ തീ ഓർക്കാതിരിക്കില്ല, നരകത്തിന്റെ ഭക്ഷണത്തിന്റെ ഭയാനകത ഓർക്കാതിരിക്കില്ല. ഈ ഭൗതിക ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കെട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിന്റെ നടുവിൽ ഒരു ദിവസമെങ്കിലും നരകത്തെ ഓർക്കുന്നതാരാ? സഹോദരാ, ഖുർആൻ പറഞ്ഞത് നരകത്തെ ഓർക്കുമെന്നല്ല. അവര് പറയും റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ ജഹന്നമെന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ, ജഹന്നമെന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. എന്താ സഹോദരാ ജഹന്നമെന്ന് പറഞ്ഞത്? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ, നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗമാണ് ജഹന്നമെന്ന് പറയാ. ജഹന്നമിനാണ് ഏറ്റവും ചൂട് കൂടുതലുള്ളത്. നിരീശ്വരവാദികളും ഭൗതികവാദികളും പറയും നരകത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നു. പേടിക്കണം മനുഷ്യരെ. കാരണം എന്തെന്നറിയോ? ആ ജഹന്നമിനാണ് തീയുടെ ചൂട് കൂടുതൽ. ആ ചൂടുള്ള തീ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോ നരകവാസികളുടെ മാംസം ഇങ്ങനെ കരിഞ്ഞ് ചാമ്പലായി ശരീരത്തിൽ ഇങ്ങനെ തീയാളിപ്പടരുമ്പോ നമ്മുടെ നാട്ടിലെ ഷവർമ്മ കമ്പിയുടെ സ്റ്റാൻഡിന്റെ ചുറ്റുഭാഗത്ത് തോലുരിഞ്ഞു വെച്ചിട്ട് തീനാളങ്ങളാ തോലുരുക്കുന്നത് പോലെ നരകവാസികളുടെ ശരീരത്തിൽ തീ പടരുമ്പോ തീ പിടിച്ച ഒരാള് വെള്ളത്തിലേക്ക് ഓടുന്നത് പോലെ നരകവാസികൾ വെള്ളത്തിന് വേണ്ടി ഓടുമത്രേ. ആ സമയത്ത് മുകൾ ഭാഗത്ത് കറുത്തിരുന്ന മേഘങ്ങൾ വരുന്നു. വെള്ളമാന്ന് കരുതിയിട്ട് ഒരു വാ പൊളിച്ചു നിൽക്കുമ്പോ അല്ലാഹു പറയാണ് വെള്ളം അവരുടെ വായിലല്ല വീഴുക. സുമ്മ സുബ്ബൂ മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തിളച്ചുമറിയുന്ന ഹമീമാണ് താഴോട്ട് വരിക. അതവരുടെ വായിലല്ല, നെടുന്തലയിൽ വീണിട്ട തിളച്ചുമറിയുന്ന ഹമീം തലച്ചോറിനെ അലിയിച്ചിട്ടവരുടെ ആന്തരിക ഭാഗത്തിലൂടെ താഴോട്ട് വരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്സാരമല്ല. അങ്ങനെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് തീ പിടിക്കുമ്പോ, തീ പിടിക്കുന്ന നേരത്ത് അവര് വെള്ളത്തിന് വേണ്ടി ഓടുകയാ. നരകത്തിന്റെ അങ്ങേ ഭാഗത്തൊരു ജലത്തിന്റെ സാന്നിധ്യം കാണുമ്പോ അവരാ നരകത്തിന്റെ വെള്ളം കണ്ട ഭാഗത്തേക്ക് ഓടുമ്പോ അവിടെ എത്തുമ്പോൾ അത് വെള്ളമല്ല, ഈ തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമാണ്. അതിന്റെ ചൂട് കാരണത്താൽ ഇതിനേക്കാൾ ചൂട് കുറവ് നേരത്തെ നിന്നെടുത്താണെന്ന് കരുതി അവിടെ നിന്ന് നരകത്തിന്റെ മറുതലക്കലേക്ക് ഓടും. ആ ഓട്ടത്തിന്റെ ഇടയിൽ പകുതി എത്തുമ്പോ അവര് കരുതും റബ്ബേ, ദുനിയാവിൽ ഏത് തിളച്ച വെള്ളവും കുറച്ച് സമയം കഴിയുമ്പോ ചൂടാറുമല്ലോ. ഈ ഓട്ടത്തിന്റെ ഇടയിൽ നേരത്തെ കണ്ട തിളച്ച വെള്ളം മാറിയിട്ടുണ്ടെന്ന് കരുതി. ഇതൊന്നും കബീർ വാക്കവിയുടെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവരവിടെ എത്തുമ്പോ ഹമീം തണുത്തിട്ടില്ല. പിന്നെയും അവരും മറുതലക്കലേക്ക് ഓടും. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയണം റബ്ബേ, റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേന്നവർ എപ്പോഴും വിലപിക്കുന്നവരാ. വിലപിക്കാൻ കാരണമെന്താ? ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്ന സാഅത്ത് മുസ്തഖറം വമുഖാമാ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുത്ബയിൽ സൈദാലി കുട്ടി ഉസ്താദ് ഓതുന്നത് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. ഫഇന്നഹാ ബിഇസദ്ദാറു വബിഇസൽ മത്വാ വബിഇസൽ ഖറാർ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ദുആയല്ലേ, അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയ്. കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ തടിച്ചുകൂടിയ മാമ്പുഴയിലെ സ്ത്രീ യുവതികളോട് കബീർ ബാക്കവി ഇതേവരെ വഴു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ കേട്ടോളൂ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് പോകവേ കുറെ സ്ത്രീകളുടെ ഒരു കൂട്ടത്തെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീകളുടെ സമൂഹമേ, ഇന്നി ഉരീതുകുന്ന അക്തറ മിൻ അഹ്ലിന്നാർ, നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് ഞാൻ നിങ്ങളെയാണ്. നാളെ പരലോകത്ത് നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന സത്യത്തിന്റെ ലാഞ്ചന പഞ്ചമ്പകപ്പൂത്തേന് തളതരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത നബിതങ്ങളുടെ മുഖ്ബിറെ സാദിഖിന്റെ പ്രവചനം കേട്ടപ്പോ നരകമെന്ന് കേട്ടാൽ പേടിച്ചു വിറച്ചു പോയ ആ നാട്ടിലെ സ്ത്രീകൾ ചോദിച്ചു, നബിയേ വബിമയാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളെ നരകത്തിൽ പോകാനുള്ള കാരണമെന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ രണ്ട് കാരണത്താലാണ് നിങ്ങൾ നരകത്തിൽ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ദീനിൽ പുറകിലാണ്, നിങ്ങൾ ബുദ്ധിയിൽ പുറകിലാണ്. അക്കാരണത്താലാണ്. ആ സ്ത്രീകൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ബുദ്ധിയിൽ പുറകിലാകുന്നത് എങ്ങനെയാ? അലൈസ ഷഹാദത്തുർ റജുലി, അല്ലാഹുവിന്റെ റസൂൽ ചോദ്യം വന്നു, ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കണമെങ്കിൽ ഒരു പുരുഷൻ മതി, പക്ഷേ സ്ത്രീകളാണെങ്കിൽ രണ്ടുപേര് വേണം. കാരണം നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നവരാ. നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾക്ക് ബുദ്ധി കുറവാ. കാരണം പിറ കണ്ടൂന്ന് ഒരു പുരുഷൻ പറഞ്ഞാൽ മതി, പെണ്ണുങ്ങളാണ് എത്ര പേര് പറയണം? രണ്ടുപേര് പറയണം. എന്ത്? ഒരാൾ മറന്നാണ് മറ്റൊരാൾ ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഏറ്റവും വലിയ ആയത്ത് പറയണ മുഴുവൻ ഖുർആനാണ്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ട വിഷയവും അത് തന്നെയാണ്. രണ്ടാമത് ചോദിച്ചു, നബിയേ വമാ നുക്സാനു ദീനിനായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് കാര്യത്താലാണ് നിങ്ങൾ നരകത്തിൽ പോവുക. നബിയെ ഞങ്ങളുടെ ദീനിൽ ഞങ്ങൾ കുറവാണോ? അതേ, അലൈസ ഇദാ ഹാലത്തുലം തുസല്ലി വലം തസും, നിങ്ങൾക്ക് മെൻസസ് ആയാൽ നിങ്ങൾ നോമ്പ് പിടിക്കില്ല, നിസ്കരിക്കില്ല. അപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യും, നോമ്പ് പിടിക്കുകയും ചെയ്യും. നിങ്ങൾ നിസ്കരിക്കില്ലല്ലോ. അതോടൊപ്പം തന്നെ പറയാണ്, സ്ത്രീകളെ പുരുഷന്മാരെ വഴിതെറ്റിക്കാൻ നിങ്ങളെപ്പോലെ പറ്റുന്നവരാരാണ്? ബുദ്ധിമാന് സമർത്ഥനുമായ ഒരു ചാടിനെ വഴിതെറ്റിക്കാൻ നിങ്ങളെപ്പോലെ സമർത്ഥരായ ഒരാളെ ഞങ്ങളെ കണ്ടിട്ടില്ല എന്നു മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുമ്പോ ആ ഭർത്താവ് നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടായാൽ ആ സമയത്ത് നിങ്ങൾ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. ആ ഭർത്താവിനോട് പറയും, നിങ്ങൾ ഇന്നേവരെ എനിക്കൊരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ലെന്ന് വഴക്കുണ്ടാകുന്ന സമയത്ത് ഭർത്താവിനോട് പറഞ്ഞ് ആ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ് നിങ്ങൾ. ആ ഒരു കാരണത്താൽ പുരുഷന്മാരെ വഴിതെറ്റിക്കുകയും ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും ചെയ്ത കാരണത്താൽ അത് കാണിക്കല്ല പെങ്ങളെ. ഞാൻ നേരത്തെ ഭാര്യയെ പറഞ്ഞതുപോലെ ഭർത്താവും പ്രധാനപ്പെട്ടതാ. ആ ഭർത്താവാരെന്നറിയോ?
ആ ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സർവ്വ പ്രയാസങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്നവനാ. നിങ്ങളെപ്പോലെ ഭർത്താവ് കരയില്ല, നിങ്ങളെപ്പോലെ എണ്ണി എണ്ണി പറയില്ല. അഭിമാനിയായതുകൊണ്ട് സങ്കടങ്ങളൊക്കെ നെഞ്ചിന്റെ കൂട്ടിൽ ഒളിച്ചു വെച്ച ഭർത്താവിനെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണേ. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരണ ആർക്കാ? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കല്ല. എന്തുകൊണ്ട്? പെണ്ണുങ്ങളെല്ലാ വിഷമവും കരഞ്ഞു തീർക്കും, ആണുങ്ങളെല്ലാ വിഷമവും ഇതിന്റെ ഉള്ളിൽ വെക്കും. അതുകൊണ്ട് അറ്റാക്ക് കൂടുതൽ ആണുങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തുകളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാ. ഇതല്ലാന്റെ റസൂൽ അങ്ങട് പറഞ്ഞു കഴിഞ്ഞപ്പോ സ്ത്രീകള് കൂട്ടം കൂടി നിന്ന് സ്ത്രീകള് പൊട്ടിക്കരയാൻ തുടങ്ങി. നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥകൾ അറിയാവുന്ന അന്നാട്ടിലെ പെൺ സ്ത്രീകള് വല്ലാതെ നരകത്തിൽ തങ്ങളാത്തോർത്ത് കരയുമ്പോ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞു തരുമോ? നരകത്തിന്റെ തീയിലേക്ക് ഞങ്ങൾക്ക് പോവാതിരിക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തസദ്ദഖ്നാ വലഹു മിൻ ഹുലീകിനാ, തസദ്ദഖ്നാ, നിങ്ങൾ ധാരാളമായി സദഖ ചെയ്തോളൂ. വലഹു മിൻ ഹുലീകിനാ, അത് നിങ്ങളുടെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങളാണെങ്കിലും ശരി. പലത്തോടും പള്ളികൾക്ക് വേണ്ടി, ദറസിന് വേണ്ടി, യതീംഖാനക്ക് വേണ്ടി സ്ത്രീകളോട് സ്വർണം ഞങ്ങൾ പിരിക്കാറുണ്ട്. പലരും പറയും താലിയെറുപ്പം മുസ്ലിയാരാണ്, പെണ്ണുങ്ങളുടെ സ്വർണം പിരിക്കണ ആളാ. ഓനെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തിന്റെ നഗരിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ ലോകത്തിന്റെ സ്വർഗത്തിന്റെ വഴികാട്ട് പറഞ്ഞു കൊടുത്ത വഴിയാണ്. നരകത്തിൽ നിന്ന് രക്ഷ വേണോ? തസദ്ദഖ്നാ വലൗ മിൻ ഹുലീകിനാ, നിങ്ങൾ ധാരാളമായി സദഖ ചെയ്തോളൂ. അത് നിങ്ങളുടെ ആഭരണങ്ങളാണെങ്കിലും ശരി. ഈ പറഞ്ഞിട്ടല്ലാണ്ട് റസൂൽ തന്റെ തലപ്പാവിന്റെ വെള്ള വസ്ത്രമൂരി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്ത്രീകളുടെ മുമ്പിൽ പോയി സ്വർണ്ണാഭരണം അടിച്ചു വാങ്ങിച്ചിട്ടല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ കൊടുക്കുമ്പോ ആ കൊടുത്ത വെള്ള വസ്ത്രത്തിൽ നിറയെ ജിമിക്കികളുണ്ട്, കമ്മലുകളുണ്ട്, തൂക്കുകളുണ്ട്, മോതിരങ്ങളുണ്ട്, അവരുടെ കഴുത്തിൽ ലിഞ്ഞ മാലകളുണ്ട്. അതിൻ്റെ കൂടെ രക്തത്തുള്ളികൾ പലതിലും ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ആ സമയത്ത് ഈ പ്രസംഗം ചിലപ്പോൾ നാളെ ഒരു ടോളായി വരാ. പക്ഷേ ദീനിന്റെ പരമാർത്ഥത്തെ ആർക്കെങ്കിലും വേണ്ടി പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹോദരിമാരെ, ഇതെന്താണിതെന്ന് ചോദിക്കവേ അപ്പുറത്ത് നിന്നൊരു മറുപടി വരുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് നരകമോചനത്തിന് വേണ്ടി സ്വർണം തരാൻ പറഞ്ഞപ്പോ കാതിൽ കിടക്കുന്ന കമ്മലുകളുടെ പിരി ഇങ്ങനെ ഊരി ഊരി എടുക്കുമ്പോ അതിന്റെ ഇടയിലെങ്ങാനും അസ്രായീൽ വന്ന് ഞങ്ങളുടെ റൂഹ് പിടിച്ചാൽ ഈ ആഭരണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിയാണ്. ഞങ്ങളെങ്ങാനും മരിച്ചു പോയാൽ നാളെ നരകത്തിന്റെ അവസ്ഥ ഒത്തിട്ട് ഞങ്ങള് അത് ശരീരത്തിൽ നിന്ന് വലിച്ചു പറിച്ചൂരിയെടുത്തപ്പോ അതിൽ രക്തത്തുള്ളികൾ വന്നതാണെന്ന് നരകത്തോത്ത് കരഞ്ഞിരുന്ന അൻസാറുകളും മുഹാദിറുകളുമായ സ്ത്രീകൾ പറയുന്നുണ്ട്. സഹോദരിമാരെ, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ, നരകത്തോത്ത് കരയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.